ഇന്ന് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ സദ്യ റെസിപ്പീസും കാണാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഇഞ്ചി 1 കപ്പ്, പച്ചമുളക് 2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 5 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, പുളി 1 വലിയ നാരങ്ങയുടെ വലുപ്പത്തിന്, ശർക്കര 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം 1 കപ്പ്, കടുക് 1/2 ടീസ്പൂൺ, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 1 തണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരണം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ 1 കപ്പ് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി അരിയുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒരേ സൈസിലാവാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ചിലത് മാത്രം പെട്ടെന്ന് വഴണ്ട് വരും. ഇനി ഇത് എണ്ണയിലൊന്ന് ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റിയെടുക്കണം. ചിലർ ഇഞ്ചിപ്പുളി വയ്ക്കുമ്പോൾ ഈ അരിഞ്ഞ ഇഞ്ചി ശർക്കരയും പുളിയും ചേർത്ത് വെള്ളത്തിൽ ആദ്യം വേവിച്ചെടുത്തിട്ടായിരിക്കും വയ്ക്കുന്നത്. എനിക്ക് അതിനേക്കാളും ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ വയ്ക്കുമ്പോഴാണ്. ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ഇഞ്ചി വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി എടുക്കല്ലേ, അപ്പോൾ ഇഞ്ചി വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഇതിന്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്രൗൺ നിറം ആകുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടി ചേർത്താൽ മതി, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ചൂടിലാണല്ലോ പൊടികൾ ചേർക്കുന്നത്, അപ്പോൾ അത് പച്ചമണം മാറിക്കിട്ടും. അത് മാറിക്കഴിയുമ്പോൾ ഇതിലോട്ട് പുളി വെള്ളം ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ നാരങ്ങയുടെ സൈസിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തതാണിത്. അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1 ക്യൂബ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇഞ്ചി അളന്നെടുത്ത ഗ്ലാസിൻ്റെ അരഭാഗം ശർക്കരയാണ് എടുത്തേക്കുന്നത്. പിന്നെ ശർക്കര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അത് പാനിയാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്താൽ മതി. പറ്റി വരുമ്പോൾ ഉപ്പ് ചിലപ്പോൾ കൂടിപ്പോവും. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് കുറുകി വരുന്നവരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് കടുക് വറുത്ത് ചേർക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പുളിയിഞ്ചിയിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ പുളിയിഞ്ചി തയ്യാറായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. പുതിയ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.